നിങ്ങൾക്കായിട്ടുള്ള ഡിവൈൻ മെസ്സേജ് 3 ഓഫ് വാൻസിന്റെ എനർജിയാണ്. എനർജി മാനിഫെസ്റ്റഡ് എന്നാണ് കാർഡ് മീൻ ചെയ്യുന്നത്. നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതായിട്ട് കാർഡ് മീൻ ചെയ്യുന്നു. റിസൾട്ടിനായിട്ട് വെയിറ്റ് ചെയ്യുന്ന നിങ്ങളുടെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. ഓപ്പർച്യൂണിറ്റി എന്നാണ് കാർഡ് മീൻ ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾ ചെയ്യുന്ന കാര്യം റൈറ്റ് ഡയറക്ഷൻ ആണെന്ന് യൂണിവേഴ്സ് പറയുന്നു. നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുവാനായിട്ട് യൂണിവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് കാർഡ് മീൻ ചെയ്യുന്നു. നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് ഓൺ ദി വേ ആണെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അബണ്ടൻസിനെ യൂണിവേഴ്സ് കാണിച്ചു തരുന്നു 3 ഓഫ് പെന്റക്കിൾ കാർഡിലൂടെ. ഒരുമിച്ച് മാനിഫെസ്റ്റ് ചെയ്യുന്ന നിങ്ങളുടെ എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ ഫ്യൂച്ചർ ഭദ്രമാക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്മ്യൂണിറ്റിയാണ് കാർഡ് മീൻ ചെയ്യുന്നത്. ഒരുമിച്ചുള്ള പ്രവർത്തനം തന്നെയാണ് നിങ്ങളിലേക്ക് സക്സസ് കൊണ്ടുവരുന്നത്. കിങ് ഓഫ് പെന്റക്കിൾഡ് എനർജി നിങ്ങളിലേക്ക് ഒരു യാത്രയെ കാണിക്കുന്നു. ഓവർഫ്ലോയിങ് മെറ്റീരിയൽ അബണ്ടൻസ് എന്നാണ് കാർഡ് മീൻ ചെയ്യുന്നത്. നിങ്ങളിലേക്ക് വരുന്ന സക്സസിനെയാണ് കാർഡ് മീൻ ചെയ്യുന്നത്. ഇവിടെ നിങ്ങളിലേക്ക് വരുന്ന പേഴ്സണൽ ഗ്രോത്തിനെയാണ് കാർഡ് മീൻ ചെയ്യുന്നത്. പ്രോസ്പെരിറ്റി എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ പദ്ധതിയിടുന്ന കാര്യം യൂണിവേഴ്സൽ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് ചെയ്യുക. ആ ഒരു കാര്യം നിങ്ങളിലേക്ക് സക്സസ് വിക്ടറി കൊണ്ടുവരുമെന്നാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങളിലേക്ക് സംഭവിക്കുമ്പോൾ ലവേഴ്സ് കാർഡ് കൂടി നിങ്ങൾക്ക് വരുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ സ്നേഹം നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു. സോൾമേറ്റ് കണക്ഷൻ ആണെന്ന് അവർക്ക് ഫീൽ ചെയ്യുന്നു. ഇവിടെ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ റൊമാൻറ്റിക് ആയിട്ടുള്ള ഫീലിങ്സ് അവർക്ക് തോന്നുന്നുണ്ട്. നിങ്ങളെ മറക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അനുയോജ്യമായ സമയത്തിന് വേണ്ടി നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നു. സ്റ്റാർ കാർഡിലൂടെ എക്സ്പെക്ടേഷൻ ഫുൾഫിൽഡ് എന്നാണ് കാർഡ് മീൻ ചെയ്യുന്നത്. വിഷസ് ഗ്രാൻഡഡ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഒരു അവസരത്തിനായിട്ട് നിങ്ങളുടെ പേഴ്സൺ വെയിറ്റ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നു. ആ അവസരം എന്ന് പറയുന്നത് നിങ്ങളും അവരും ഒരുമിച്ച് മാനിഫെസ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. ഇവിടെ മജീഷ്യൻ പറയുന്നത് നിങ്ങളുടെ മാനിഫെസ്റ്റിംഗ് പവറിനെയാണ്. അത്രമേൽ ആഗ്രഹത്തോടു കൂടി തന്നെയാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ളത്. ആ ഒരു കാര്യം തന്നെയാണ് യൂണിവേഴ്സ് നിങ്ങളിലേക്ക് സാധ്യമാക്കി തരുന്നത്. ഏതൊരു കാര്യമാണോ നമ്മൾ അത്രമേൽ ആഗ്രഹത്തോടു കൂടി യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നത്, ആഗ്രഹങ്ങൾ ഓരോന്നായിട്ട് നിങ്ങളിലേക്ക് സാധ്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ എനർജിയെ വീണ്ടെടുക്കുക. അതിനായിട്ട് മനസ്സിനെ കൺട്രോളിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് മെഡിറ്റേഷൻ ചെയ്യുക. 7 ചക്ര മെഡിറ്റേഷൻ ചെയ്യുക. ഇവിടെ ഇൻഫിനിറ്റി സൈനാണ് കാണിച്ചു തരുന്നത്. ആഗ്രഹങ്ങൾ സാധ്യമാക്കാനായിട്ട്, നിങ്ങളെ ഓരോരോ ആഗ്രഹങ്ങൾ നേടിയെടുക്കാനായിട്ട് ചക്രാസിനെ ആക്റ്റീവ് ചെയ്യുക. നിങ്ങളുടെ പ്രപഞ്ചം നിങ്ങളെ സഹായിക്കുന്നതാണ്.